ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറെ നാളുകൾക്ക് ശേഷം കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇങ്ങോട്ട് മാറിയിരിക്കും. ഓക്കെ, നമ്മൾ നേടെ മത്തങ്ങ നേടെ കഴുകി വൃത്തിയാക്കി നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഇതൊക്കെ നമ്മുടെ കുക്കിങ്ങിന്റെ ഭാഗമായിട്ടുള്ള കുറച്ച് മുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ ഇച്ചിരി മഞ്ഞപ്പൊടി, പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട് ചതച്ച് വെച്ചേക്കുന്ന കുരുമുളക് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയും കാര്യം മതി കേട്ടോ. ഇത് ഫസ്റ്റ് ആദ്യം വേവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് വേവിക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തൊക്കെ കൊടുത്തിട്ട് നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. ഓക്കെ, വരും. വെള്ളം ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കുക ഇത് വേകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് അവിടെ നിന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ഫ്രഷ് കറിവേപ്പില അവിടെ അതിനകത്ത് കിടക്കട്ടെ. എന്നിട്ട് നന്നായിട്ട് വേവട്ടെ. ഇനി നമുക്കതേ അതവിടെ നിന്ന് വെന്തോണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ചെറിയൊരു അരപ്പ് തയ്യാറാക്കണം. അപ്പൊ അതിന് ശകലം തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് മതി കേട്ടോ. എന്നിട്ട് ഇച്ചിരി ജീരകവും ചേർത്തിട്ടുണ്ട്. ശകലം ജീരകവും ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം. ഓക്കെ, കല്ലിലൊക്കെയാണ് നമുക്ക് അരച്ച് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പം ഇതെന്ന് പറയുന്നത് നമുക്ക് ഇവിടെ സൗകര്യങ്ങൾ കുറവല്ലേ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനിയിപ്പം ഇതിന്റെ നടുക്ക് ഒരു കുഴി പോലെ ഉണ്ടാക്കുക. അതിനുശേഷം ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ച് നല്ലപോലെ മൂടുക. ഇത് തന്നെ വെച്ചിട്ട് ഇത് വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ ഇരുന്ന് വേവട്ടെ. ഓക്കെ, സെറ്റ്. അരപ്പൊക്കെ വെന്ത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് താളിക്കണം. കടുക് താളിക്കാൻ നമുക്ക് വെളിച്ചെണ്ണ എടുത്തിട്ട് വരാം. ഉണ്ട്, പക്ഷെ അത് ഉരുകി വരണം. ഫ്രിഡ്ജ് വെച്ചേക്കുവായിരുന്നേ, കട്ടി പിടിച്ചിട്ടില്ല. ചൂടായിട്ടുണ്ട്. ആവശ്യമുള്ള കടുക് ഇട്ട് കൊടുക്കുക. വറ്റൽമുളക്, കറിവേപ്പില. ഇത് സ്പെഷ്യൽ സാധനം അരി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെയൊക്കെ കൂടത്തിൽ തന്നെ കുറച്ച് തേങ്ങ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അടിപൊളിയായിട്ട് നമ്മുടെ ഇതെല്ലാം തേങ്ങയെല്ലാം വറുത്ത്
തേങ്ങയും ഉള്ളിയും എല്ലാം വറുത്ത് കോരിട്ടുണ്ട്. ഇത് ഇതിനകത്തോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ആഹാ, അപ്പോൾ ഒരു നല്ലൊരു മണം അങ്ങോട്ട് വരും. എന്നിട്ട് ഇളക്കുക. അപ്പം നമ്മുടെ അടിപൊളി മത്തങ്ങ തേങ്ങ വറുത്തിട്ട എരിശ്ശേരി റെഡി ആയിരിക്കുകയാണ്. ഓക്കെ, ഹെയർ സ്റ്റൈൽ ചുമ്മാ വെറുതെ കെട്ടിവെച്ച വീട്ടിൽ നിൽക്കുന്ന രീതിയിൽ, അല്ലാതെ സ്റ്റൈലൊന്നും ചെയ്തിട്ടൊന്നുമില്ല. സൂപ്പർ 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 ടേസ്റ്റ് കേട്ടോ. എന്തായാലും ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. വെജിറ്റേറിയൻകാർക്കും നോൺ വെജിറ്റേറിയൻ, ഇതിന്റെ കൂടെ ഒരു മീനും കൂടെ ഉണ്ടെങ്കിൽ, മീൻ വറുത്തത് അല്ലെങ്കിൽ ഒരു പപ്പടം, ഒരു അച്ചാർ ഉണ്ടെങ്കിൽ പൊളിയാണ്. അപ്പോൾ അടുത്ത കൂടി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.